നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 28 1201 ആണ്ട് കർക്കടക മാസം 12 ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. പൂരാടൻ നക്ഷത്രമാണ്, 4-ാം പാദവുമാണ്. പൂരാടൻ നക്ഷത്രത്തിലാണ് നക്ഷത്രം വന്നിരിക്കുന്നത്. പൂരാടൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിൽ പോലും ചൊവ്വാഴ്ച ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ ആഴ്ചയ്ക്കും ആ ദിവസം ആ ഗ്രഹത്തിന് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. 7 ദിവസങ്ങളും 7 ഗ്രഹങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ആ ഗ്രഹത്തിന് ആധിക്യമുള്ള സമയമാണ്. ആ ഗ്രഹത്തിൻ്റെ കൺട്രോളിലാണ്. ഇപ്പോൾ ചൊവ്വയ്ക്ക് കൺട്രോളുള്ള സമയമാണ്. ഇപ്പോൾ ചൊവ്വയെ വളരെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അല്ലെങ്കിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ, അസ്വസ്ഥത, ദേഷ്യം, ഉന്മേഷമില്ലായ്മ, ശത്രുത, അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവും. വാഹനമൊക്കെ കൈകാര്യം ചെയ്ത് വാഹന ജോലിയൊക്കെ ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ചു പോകണം. ചെറിയ തട്ടുമുട്ടൊക്കെ വരാം. അഗ്നിയുമായി അല്ലെങ്കിൽ തീയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അവരെയും സൂക്ഷിക്കണം. തീപ്പൊള്ളലേക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആ മേഖലയിൽ നിൽക്കുന്നവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രീഭവിക്കാം. അതുകൊണ്ട് അപ്രീതി ഉണ്ടാകത്തക്ക രീതിയിലുള്ള അവസ്ഥകൾ ചെയ്യാതിരിക്കുക. അത് നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്നവരെ കൊണ്ടായാലും മേളിൽ ജോലി ചെയ്യുന്നവരെ കൊണ്ടായാലും അപ്രീതി ഉണ്ടാവാം. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. പക്ഷേ കർക്കിടക മാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പേടിക്കണം. മറ്റൊരു ദിവസം നമ്മൾ ഇന്ന് അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നാളെ ചെയ്യാം, തീർന്നു. പക്ഷെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂക്ഷിക്കണം. എന്തൊക്കെ രീതിയിൽ സൂക്ഷിക്കണം? ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാവാം. ആക്സിഡൻ്റ് വരാം. സർജറിക്ക് വിധേയമാവാം. സാമ്പത്തിക നഷ്ടം വരാം. കാര്യങ്ങളെ തടസ്സപ്പെടുത്താം. ഇങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ വീട്ടിനകത്ത് വരാം. വീട്ടിനകത്ത് തന്നെ സ്വസ്ഥത കിട്ടാതെ വരും. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ടവർ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നവരാണ്. പൂരാട നക്ഷത്രം കർക്കിടക മാസത്തിൽ ജനിച്ചവർ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് അതിജീവിക്കാനായിട്ട് പരിഹാരം ചെയ്യേണ്ടി വരും. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു വർഷവും ഭസ്മാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ അർച്ചനയോ നടത്തുക. നമുക്കത് ബൈ ചാൻസ് അത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തവർ സുബ്രഹ്മണ്യ യന്ത്രം, അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി, അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. ഇഷ്ടദേവതാ പ്രീതി വരുത്തുക. അപ്പോൾ നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് ഈ നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് നേരിടാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാലം 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണിക്ക് രാവുകാലം തുടങ്ങൂല. രാവുകാലം 3:38 ആരംഭിക്കുകയുള്ളൂ. 5:11 വരെ രാവുകാല സമയമുണ്ട്. രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. അപ്പോൾ നമുക്കെന്തായാലും ആ ദിവസം നല്ലതല്ല. അപ്പോൾ ആ രാഹു ഉണർന്നിരിക്കുന്ന സർപ്പത്തിൻ്റെ മുമ്പ് ചെന്ന് പെടാതിരിക്കുക. അതുപോലെ തന്നെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 12:31 തൊട്ട് 2:04 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 9:24 തൊട്ട് 10:58 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. മുഹൂർത്തത്തിൻ്റെ മുഹൂർത്തമാണ് അഭിജിത്ത്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:07 തൊട്ട് 12:55 വരെയാണ്. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനോ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇന്നത്തെ ദിവസം ചെയ്തേ തീരുള്ളൂ എങ്കിൽ ഈ സമയം എടുക്കുക. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. ചുവന്ന വസ്ത്രം നമ്മളെ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക. ചുവന്ന കളറ്.
കാരണം നമ്മളിലുള്ള ചൊവ്വയുടെ നെഗറ്റീവിനെ തടയാനും പോസിറ്റീവിനെ ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും ചൊവ്വയുടെ അനുഗ്രഹത്താൽ ദോഷങ്ങളൊന്നും വരാതെ എല്ലാവരെയും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.